റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടിയിട്ടുള്ള വിഷയം രക്ഷിതാക്കളോട് എന്നതാണ്. നമ്മളൊക്കെ മക്കളുള്ളവരാണ്. നമ്മുടെ മക്കൾ ഇവിടെയല്ലെങ്കിലും മറ്റു പലയിടത്തും പഠിക്കുന്നവരോ പഠിച്ചു കഴിഞ്ഞവരോ ഒക്കെയാണ്. മക്കൾ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഇസ്ലാമികമായ അർത്ഥത്തിലുള്ള ഒരു രക്ഷിതാവ് നമ്മളാകുന്നില്ല. മറിച്ച് മക്കളെ വളർത്തേണ്ട മുറപ്രകാരം വളർത്തി നമ്മുടെ കടമകളും ബാധ്യതകളും നിർവഹിച്ചാൽ മാത്രമേ ഇസ്ലാമികമായ അർത്ഥത്തിലുള്ള ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു മാതാവ് നമുക്ക് ആകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പലപ്പോഴും കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. പല ആളുകളും ഹറാമായ പല കാര്യങ്ങൾ പോലും ചെയ്യുകയും ചോദിച്ചാൽ പറയും മക്കൾക്ക് പച്ചരി വാങ്ങണ്ടേ എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ നമ്മുടെ ജീവിതം തന്നെ അവർക്ക് വേണ്ടിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, ഏറെ കുഴപ്പങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ വർദ്ധിച്ച ഫിത്നയുടെ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളും കുടുംബത്തിലെ മുതിർന്നവരും ഇന്ന് വലിയ ടെൻഷനിലും ആശങ്കയിലുമാണ്. വീട് വിട്ട് പുറത്തുപോയ മകൻ അല്ലെങ്കിൽ മകൾ പഠിക്കാനോ ജോലിക്കോ മറ്റെന്തിനോ വേണ്ടി വീട് വിട്ട് രാവിലെ പോയി വൈകുന്നേരം ഏത് രൂപത്തിലായിരിക്കും എന്റെ മകൻ തിരിച്ചു വരിക അല്ലെങ്കിൽ എന്റെ മകൾ തിരിച്ചു വരിക എന്ന് വളരെ ആശങ്കാകുലരായി കാത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് പല വീടുകളിലുമുള്ളത്. കാരണം നമ്മുടെ കുട്ടി ഏതെങ്കിലും തമ്മാടി റാക്കറ്റുകളിലോ മാഫിയ സംഘങ്ങളിലോ വല്ല ഭീകര കൂട്ടായ്മയിലോ പെട്ടുപോകുമോ, അങ്ങനെ അതിന്റെ പാപഭാരം ഞാൻ പേറേണ്ടി വരുമോ, ഞാനും എന്റെ കുടുംബവും സഹിക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് പല രക്ഷിതാക്കൾക്കും ഇന്നുള്ളത്. കാരണം വിദ്യാർത്ഥി യുവജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള മനുഷ്യപിശാചുക്കളുടെയും ജിന്നുപിശാചുക്കളുടെയും എല്ലാവിധ പരിശ്രമങ്ങളും കെണിവലകളും അത്രമാത്രം സജീവമായ ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നശിക്കാൻ നമ്മൾ തമ്മാടിത്തത്തെ കുറിച്ച് ട്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചു കാലം കുട്ടികളെ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. അപ്പൊ തന്നെ കുട്ടികൾ വഴിതെറ്റിക്കൊള്ളും. അത്രമാത്രം വഴിതെറ്റാനുള്ള സാഹചര്യമുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് നമുക്ക് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മക്കളെ ധാർമ്മികമായ പാതയിൽ ഉറപ്പിച്ചു നിർത്താൻ, അവർക്ക് ശരിയായ ഇസ്ലാമികമായ ദിശാബോധം നൽകി വളർത്താൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ നാം യാതൊരു മടിയും കൂടാതെ, അലസത കൂടാതെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് നമ്മൾ മദ്രസത്തുൽ അസരിയയും കുല്ലിയത്തുൽ അസരിയയും ഒക്കെ സ്ഥാപിക്കുന്നതും ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത്. ദീനീ പഠനത്തിലൂടെ അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയല്ലാതെ ഈ പ്രശ്നങ്ങൾക്കൊന്നും വേറെ യാതൊരു ഒറ്റമൂലികയും നമുക്ക് നിർദ്ദേശിക്കാനില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബത്തിനെ എങ്ങനെയാണ്, ജാഹിലി സമൂഹത്തെ എങ്ങനെയാണ് സംസ്കരിച്ചത് അത് നാം പഠിക്കുക. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നു,
അവരെ സംസ്കരിക്കുന്നു, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ തർബിയത്തിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും സ്ഥാപനം ഉണ്ടാവുമ്പോൾ ഞമ്മക്കും വേണ്ടേ സ്ഥാപനം, പേരും പ്രശസ്തിയുമൊക്കെയുള്ള ഇന്ന സ്ഥാപനം ഇവർ നടത്തുന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു പേരിനു വേണ്ടി അങ്ങനെയുള്ള ഒരു സ്ഥാപനമല്ല നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവർക്കും പല ദീനീ സ്ഥാപനങ്ങളും ഉള്ള പോലെ നമുക്കും വേണ്ട ഒരു ദീനീ സ്ഥാപനം എന്ന നിലക്കല്ല മദ്രസത്തുൽ അസരിയയും കുല്ലിയത്തുൽ അസരിയും ഒന്നും നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. മറിച്ച് സലഫികളായ നമ്മൾ ഓരോരുത്തരും നെഞ്ചേറ്റുന്ന ഇമാം മാലിക്കിന്റെ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു വചനമാണ് നമ്മുടെ തർബിയത്തിന് നമുക്ക് പ്രചോദനം. അതേതാ? ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാർ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതാ ആദ്യകാലക്കാര്, സ്വഹാബികള്, താബിഈകള്, അവരൊക്കെ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നോ അതുകൊണ്ട് മാത്രമേ അവസാന കാലക്കാരും നന്നായി തീരുകയുള്ളൂ. നമ്മൾ ഈ ഉമ്മത്തിലെ ഒരുപക്ഷെ അവസാന കാലക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സ്വഹാബികൾ ഈ ദീൻ മനസ്സിലാക്കിയത്, ഉൾക്കൊണ്ടത്, അതെങ്ങനെയാണ് പ്രയോഗവൽക്കരിച്ചത് എന്ന് പഠിക്കുകയും ആ തർബിയത്തിന്റെ രീതി നമ്മൾ ഇവിടെയും കൊണ്ടുവരികയും ചെയ്യണമെന്നതാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് പിന്നിൽ നമുക്കുള്ള ചേതോവികാരം. നമുക്കറിയാം, ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് പൊതുവായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നല്ല ജോലി കിട്ടണം, നല്ല ബിരുദങ്ങൾ നേടണം, എന്നിട്ട് നല്ല സമ്പാദ്യമുണ്ടാക്കണം, പേര് വേണം, പ്രശസ്തി വേണം. അതിനു പറ്റിയ അറിയപ്പെട്ട സ്ഥാപനങ്ങളിൽ നല്ല പ്രശസ്തിയുള്ള ഡിഗ്രികൾ എടുത്ത് രംഗത്ത് വരണം. അതിനാണ് മൊത്തത്തിൽ ആളുകൾ വിദ്യാഭ്യാസം ഇന്ന് ലക്ഷ്യമായി കാണുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമല്ല നമുക്കുള്ളത്. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം ആവശ്യത്തിനു മാത്രം, ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസം മാത്രം, മറിച്ച് ദീനീ പഠനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാലം മുന്നോട്ട് പോകുന്തോറും ദീൻ ആഴത്തിൽ പഠിച്ച ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവസാന കാലത്തിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ് യുർഫഉൽ ഇൽം, ശറഈയായ ഇൽമു ഉയർത്തപ്പെടും, വയസ്ബുതുൽ ജഹൽ, അജ്ഞത നാട്ടുകളിലൊക്കെ ഉറച്ചു പോകും. അജ്ഞത നിലവിൽ വരികയും വിജ്ഞാനം ഉയർത്തപ്പെടുകയും ചെയ്യും. എങ്ങനെയാണ് വിജ്ഞാനം ഉയർത്തപ്പെടുന്നത്? വിജ്ഞാനത്തെ അള്ളാഹു അങ്ങോട്ട് പിടിച്ചു വെക്കുകയാണോ? ഇനി വിജ്ഞാനം ആർക്കും കൊടുക്കുന്നില്ല? അല്ല, മറിച്ച് ഇൽമുള്ള പണ്ഡിതന്മാർ മരിച്ചു തീരും. അങ്ങനെ തന്നെ ഹദീസിലുള്ളത്. അങ്ങനെ ഒരു ആലിമ് പോലും ബാക്കിയാകാത്ത, യഥാർത്ഥ ആലിം എന്ന് പറയാവുന്ന ഒരുത്തരും ബാക്കിയാകാത്തൊരവസ്ഥ വരും. അപ്പൊ ആളുകൾ ഉള്ളതിൽ ഭേദപ്പെട്ടവനെ ഇമാമാക്കും, ഓനെ നേതാവാക്കും. ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജാഹിലുകളായ അറിവില്ലാത്ത ആളുകളെ ജനങ്ങൾ നേതാവായി സ്വീകരിക്കും. എന്നിട്ടോ ഫസുഇലു, അവർ ചോദിക്കപ്പെടും, ഫഅഫ്തൗ, അവർ ഫത്വ കൊടുക്കും, ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ. ആ ഫത്വ കൊണ്ട് ഫത്വ കൊടുത്തവനും പിഴക്കും, ഫത്വ കിട്ടിയവനും പിഴക്കും. വല്ലു ഫഅളല്ലു, അവനും പിഴക്കും, അവൻ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. ഇത് അവസാന കാലത്തിന്റെ ഒരു രേഖാചിത്രം വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഒരു പ്രവചനമാണ്. അത് ഇന്ന് ഈ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നാം യഥാർത്ഥത്തിൽ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് നടത്തുന്നത്. വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയതും ഇപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നതും. കാരണം ഇത് ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ്. ഈ കാറ്റിനെതിരെ കൊടിപിടിക്കലാണ്. കാറ്റിന് അനുകൂലമായി കൊടിപിടിക്കാൻ ഒരു പ്രയാസമല്ല, കാറ്റിനെതിരെ കൊടിപിടിക്കാൻ അല്പം പ്രയാസമുണ്ട്. ആ പ്രയാസം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ കരിക്കുലങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വേറിട്ട ഒരു സിലബസും ഒരു രീതിയുമാണ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്.
വളരെ ചുരുക്കി പറഞ്ഞാൽ ലോകത്തുടനീളം സലഫി ഉലമാക്കൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് തെർബിയത്ത് നൽകുന്നത്, ആ തെർബിയത്തിന്റെ രീതി നമ്മുടെ ഈ നാട്ടിലും കൊണ്ടുവരണം എന്ന വലിയ ഒരാഗ്രഹത്തിനു വേണ്ടിയുള്ള എളിയ പരിശ്രമമാണ് വാസ്തവത്തിൽ നമ്മുടെ മദ്രസത്തുൽ അസരിയയും കുല്ലിയത്തുൽ അസരിയയും. വളരെ പ്രയാസങ്ങൾ സാമ്പത്തികമായും അതുപോലെ നിയമപരമായും രാജ്യത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലുമൊക്കെ ഒരുപാട് ഭീഷണികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത്. നമ്മുടേത് മദ്രസയാണ്. എന്നിട്ട് പോലും ഇടക്കിടക്കിടക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വരുന്നു. കാരണം പലരും പരാതി കൊടുക്കുന്നു, അവിടെ അത് പഠിപ്പിക്കണില്ല, അവിടെ ഇത് പഠിപ്പിക്കണില്ല. എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ്, കുട്ടികളോട് ചോദിക്കുന്നു, അധ്യാപകരോട് ചോദിക്കുന്നു, അല്ലെ, പഞ്ചായത്തിന്റെ വക പരാതി, മറ്റോല വക പരാതി. അൽഹംദുലില്ലാ, നമ്മൾ ഹക്കിലാണ്, സത്യത്തിലാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം അള്ളാഹുവിന്റെ മഹത്തായ സഹായത്തോടെ തരണം ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇപ്പൊ നമ്മള് 2 ഏക്കർ 10 സെന്റ് സ്ഥലം, ഈ റോഡിന് ഇങ്ങനെ പോയാൽ ഒരു ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരമുള്ളൂ. തൃത്തല്ലൂർ എന്ന സ്ഥലത്ത് വാടാനപ്പള്ളി പഞ്ചായത്തിൽപ്പെട്ട 2 ഏക്കർ 10 സെന്റ് നല്ല നിരന്ന സ്ഥലം, സൗകര്യമുള്ളവർ സ്ഥലം പോയി കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മൾ ഈ പള്ളിക്ക് മീതെ നടക്കുന്ന ഈ കുല്ലിയൽ അസരിയയും ചേറ്റുവയിൽ നടക്കുന്ന മദ്രസത്തുൽ അസരിയയും അങ്ങോട്ട് മാറ്റണം. അതിന് ഇൻഷാ അല്ലാഹ് ഈ റമളാൻ കഴിഞ്ഞിട്ടുള്ള ജൂൺ മാസത്തിൽ, മെയ്യിലാണല്ലോ, മെയ് 6-നാണ് റമളാൻ. അപ്പൊ ജൂൺ ഒരവസാനത്തോടു കൂടി തന്നെ നമുക്ക് അങ്ങോട്ട് മാറേണ്ടതുണ്ട്. പക്ഷെ എന്താ ഉള്ളത്, ഒന്നും നമ്മളെ കയ്യിലില്ല. ഇപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ പൈപ്പ് താത്തിയപ്പോ തീരപ്രദേശമായതുകൊണ്ട് വലിയ ആഴൊന്നും കൂടാതെ നല്ല വെള്ളം, പലയിടത്തും നല്ല വെള്ളം കിട്ടൂല, നമുക്ക് അൽഹംദുലില്ലാ നല്ല വെള്ളം കിട്ടിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. വലിയൊരു സംഖ്യ നമുക്കതിന് ആവശ്യമാണ്. പഞ്ചായത്തിൽ അതിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാനും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സാമ്പത്തികമായ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇതുവരെയുള്ള നമ്മുടെ ഇതനുസരിച്ച് നമ്മൾക്ക് അള്ളാഹുവിന്റെ അപാരമായ സഹായമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ രക്ഷിതാക്കളായ നിങ്ങളും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാത്തവരും ഈ സ്ഥാപനം ഈ സമുദായത്തിന് ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട്. അവർ പലരും ഇവിടെ വരാൻ സാധിക്കാത്തവരാണ്, മനസ്സിലായില്ലേ? അവർ സഹായിക്കുന്നു എന്നത് മറ്റുള്ളവർ അറിയുന്നത് പോലും ഇഷ്ടമില്ലാത്ത അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് സഹായിക്കുന്ന ആളുകളാണ്. അത്രയും സംഖ്യ നമുക്കുണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തൊരു ലക്ഷ്യത്തിനാണ് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്നത് രക്ഷിതാക്കളായ നമ്മൾ ഒരിക്കലും തന്നെ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. സുഹൃത്തുക്കളെ, മരണത്തോടെ അവസാനിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടേത്. ഈ ജീവിതം നശ്വരമാണ്. യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. ഒരാളുടെ പരലോകം ആരംഭിക്കുന്നത് അയാളുടെ മരണത്തോടെയാണ്. മൻ മാത ഫഖദ് ഖാമ ഖിയാമത്തുഹു, മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഖിയാമം ആരംഭിക്കുകയായി. മരണാനന്തര ജീവിതം എന്ന് പറയുമ്പോ ഇവിടെ 10-70 കൊല്ലം കിട്ടിയതുപോലെ ഇനിയൊരു 70 കൊല്ലം അവിടെയും കിട്ടുക എന്നല്ല, മറിച്ച് അത് ശാശ്വതമായ അവസാനിക്കാത്ത ജീവിതമാണ്. പക്ഷേ അത് ഈ ജീവിതത്തിന്റെ ഒരു പ്രതിബിംബമായിരിക്കും. ഇവിടെ നാം വിതച്ചത് അവിടെ നാം കൊയ്യും. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ്. ഇവിടെ കൃഷി ഇറക്കുന്നു, അവിടെ നമുക്ക് വിളവെടുക്കുന്നു. ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതിന് പിന്നിലുള്ളത്. നമുക്കറിയാം, നമ്മൾ ആരും സ്വതന്ത്രരല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നിഷ്ടക്കാരനായി താന്തോന്നിയായി ജീവിക്കാൻ പാടില്ല. താന്തോന്നിയാണ് എന്താ? തനിക്ക് തോന്നിയൊക്കെ ചെയ്യാം. തന്നിഷ്ടം എന്ന് പറഞ്ഞാൽ ആരെ ഇഷ്ടം നോക്കില്ല, തന്റെ ഇഷ്ടം മാത്രം നോക്കുക. ഒരു മുസ്ലിമിന് പറ്റുമോ? അള്ളാഹുവിന്റെ ഇഷ്ടം എന്താണ്, റസൂലിന്റെ ഇഷ്ടം എന്താണ്, അതാ നമ്മൾ നോക്കേണ്ടത്. ഞാൻ സ്വതന്ത്രനല്ല. എന്റെ സൃഷ്ടിച്ച, എന്നെ പരിപാലിക്കുന്ന, എനിക്ക് വേണ്ടി ദുനിയാവിലെല്ലാം ഒരുക്കി തന്ന എന്റെ റബ്ബ്, അവൻ വെച്ചിട്ടുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ ഒരു ബോധമാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവനെ നയിക്കേണ്ടത്. ഞാൻ എവിടെ പോയാലും എന്റെ റബ്ബിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് മറഞ്ഞിരിക്കാൻ സാധ്യമല്ല. അവൻ എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അവൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ്
വാസ്തവത്തിൽ ഒരു മുസൽമാനെ ഇസ്ലാമിക ജീവിതത്തിൽ പിടിച്ചു നിർത്തുന്നത്. രണ്ട് വിശ്വാസങ്ങൾ, ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും മറ്റൊന്ന് യൗമുൽ ആഖിർ പരലോക ഭവനത്തെ കുറിച്ചുള്ള വിശ്വാസവും. ഈ രണ്ട് വിശ്വാസവും ആണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആവേശവും നൽകുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽക്കേ നമ്മുടെ കുട്ടികളെ ഈ ബോധത്തോടെ വളർത്തിയെടുക്കണം. ഇതാണ് വാസ്തവത്തിൽ ഈ സ്ഥാപനങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ശരിയായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഈമാനും യൗമുൽ ആഖിറിനെ കുറിച്ചുള്ള ഈമാനുമുള്ള മക്കൾ നമുക്ക് വളർന്നു വരേണ്ടതുണ്ട്. ഇപ്പോ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കാൻ ഇന്ന് രക്ഷിതാക്കൾ മത്സരിക്കാണ്. നിന്റെ മോൻ എവിടെയാ പഠിക്കുന്നത്? അവിടെയാണല്ലേ. എങ്ങനെ സീറ്റ് കിട്ടിയത്? എത്ര ഡൊണേഷൻ കൊടുത്ത്? ആരെ കാലാ പിടിച്ചത്? കിട്ടിയില്ലേ? എനിക്കൊരു സീറ്റ് വാങ്ങി തരുമോ? ഇങ്ങനെയാണ് ആളുകളെ ചോദ്യം. കാരണം ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണോ അത് സ്റ്റാറ്റസിന്റെ സിമ്പലായിട്ടാ കാണുന്നത്, അല്ലേ? മലയാളത്തിൽ അല്ലാതെ ചിരിക്കാൻ പോലും വയ്യാത്ത താത്തമാര് ഇംഗ്ലീഷിലെ വാചകങ്ങൾ ഇനി കാണാപ്പാടം പഠിച്ചിട്ട് പോകണ്ട. സ്കൂൾ ക്യാമ്പസിൽ ഇംഗ്ലീഷ് അല്ലാതെ പയക്കം പറയാൻ പാടില്ല. നോക്കിങ്ങള്, അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്രക്കാ സ്കൂള്? 8 മണിക്ക്. 8 മണിക്ക് അവിടെ എത്തിക്കൊള്ളണം. അപ്പൊ മദ്രസൊന്നും വേണ്ട. അതവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പീരീഡ് ഉണ്ട്. എന്ത് ഇൻസ്ട്രക്ഷൻസാ? ഏതോ ഒരുത്തൻ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ചന്തപുസ്തകം വായിച്ച് പഠിപ്പിക്കുന്നുണ്ടാവും. എല്ലാരെയും തൃപ്തിപ്പെടുത്തണം. സുന്നിയും വേണം, മുജാഹിദും വേണം, ജമാഅത്തും വേണം, തബ്ലീഗും വേണം, മോഡേണിസ്റ്റും വേണം, ദീൻ ഇല്ലാത്തവനും വേണം, പേരിന് മാത്രം മാപ്പിളയനും ഒക്കെ എല്ലാരെയും തൃപ്തിപ്പെടുത്തണല്ലോ. അതിനെ പറ്റിയൊരു ബുക്ക് പഠിപ്പിക്കും. പേരെന്താ? മതപഠനം അവിടെ ഉണ്ട്. അതന്നെ വർഷാവസാനാവുമ്പോ ഫിസിക്സിന്റെ ടീച്ചറും, സാറിന്റെ റിലീജിയസ് പീരീഡ് ഒന്ന് തരുമോ? എനിക്ക് 4 പോർഷൻ തരും. അടുത്തെടുത്തോ. അപ്പൊ കെമിസ്ട്രിക്കാരൻ അടുത്തെടുത്തോ. അങ്ങനെയല്ല നടക്കുക. അതാണ് ഇപ്പൊ മതപഠനം. എന്നിട്ട് മദ്രസയും കൂടി ഒഴിവാക്കിയിട്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി കുട്ടികളെ ചേർത്ത് അതിൽ അഭിമാനിക്കുകയാണ്. എന്തിനു വേണ്ടി? അത് 60-70 കൊല്ലം ഇവിടെ ജീവിക്കാൻ വേണ്ടി, അല്ലേ? എന്തിനാ ദുനിയാവ് പഠിക്കുന്നത്? പരലോകത്തിന് വേണ്ടിയാ? A+B O² സോ ആൻഡ് സോ എന്ന് പഠിച്ചാ പരലോകത്തെന്തുണ്ടോ? ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും കിട്ടിയാലായി. ഇവിടെ ഒരുപാട് തിയറികൾ പഠിച്ച് ഒരുപാട് പ്രാക്ടിക്കൽ ചെയ്ത് അതിങ്ങനെ പഠിച്ച് പരീക്ഷാ പേപ്പറിലേക്ക് അങ്ങോട്ട് കുത്തി പുറത്തിറങ്ങുമ്പോ അതൊക്കെ മറന്നു. ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മളിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളോ കുട്ടി അവസാന ശ്വാസം വരെ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാ. വെറും പരീക്ഷയ്ക്ക് വേണ്ടിയല്ല പഠിപ്പിക്കുന്നത്. ഇപ്പൊ പരീക്ഷ നടത്തും, നമ്മള് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടാക്കും. പക്ഷെ അതല്ല നമ്മളെ ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം പരലോകമാണ്. ഈ കുട്ടി ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങള് കുട്ടികൾ ജയിക്കണമെങ്കിൽ 100-ൽ 60% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റോടത്തൊക്കെ എത്ര? 32, അല്ലേ? 32 ഇവിടെ അതില്ല. ഇവിടെ 60% കുറഞ്ഞ അവൻ തോറ്റു. കാരണം ഇത് ദീനിന്റെ കാര്യങ്ങളാ. ഇത് തട്ടിമുട്ടി പഠിച്ച് നുസ്സു പഠിച്ചാ പോരാ. പഠിക്കുന്നത് ശരിക്കും പഠിക്കണം. കാരണം അതനുസരിച്ച് ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ആ ബോധം ഉൾക്കൊള്ളണം എന്നതാണ് ഈ സന്ദർഭത്തില് പറയാനുള്ളത്. സീറ്റിന് വേണ്ടി പൈസ കൊടുക്കും, PTA ഫണ്ട് കൊടുക്കും, സീറ്റ് കിട്ടാൻ ഡൊണേഷൻ കൊടുക്കും. അങ്ങനെ പലതും ഭൗതിക സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ആളുകൾ ദീനീ സ്ഥാപനം അതിനെന്തിനാ പൈസ? ഒന്നും കൊടുക്കൂല. അതങ്ങനെ നടന്നോട്ടെ എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ, നമ്മളിവിടെ സ്ഥാപനങ്ങൾ നടത്തുമ്പോ ഇതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റുമോ? അവർക്ക് ശമ്പളം കൊടുക്കണം. നമ്മൾ നിശ്ചയിച്ച സമയത്ത് വന്ന് നിശ്ചയിച്ച ക്ലാസ് എടുത്ത് പോണെങ്കിൽ അവർ വേറെ ജോലി ഒഴിവാക്കിയിട്ട് വരണം. അപ്പോ എപ്പോഴെങ്കിലും വന്നിട്ട് ഒരു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു ചെറിയ സംഭാവന എന്നുള്ള എന്തെങ്കിലും പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് വല്ലതും പഠിക്കാൻ കഴിയുമോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ശമ്പളം കൊടുത്ത് സ്ഥാപനങ്ങളിൽ അധ്യാപകരെ വെച്ച് അവരെ പൂർണ്ണമായി ഇവിടെ നിർത്തി അങ്ങനെയാണ് നമ്മൾ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അതിനുള്ള ഒരുപാട് സാമ്പത്തിക ചെലവുകൾ നമ്മുടെ രക്ഷിതാക്കളും അല്ലാത്തവരുമായി വഹിച്ചതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ സ്ഥാപനം നടന്നുപോയത്. നമ്മൾ ഒരിക്കലും തന്നെ ഭൗതികതയിലേക്കുള്ള ഒരു ചായ്വ് നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഞാനങ്ങനെ പറയാൻ കാരണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഭൗതികന്മാരാണുള്ളത്. മതസംഘടനന്റെ ആളായിരിക്കും, വലിയ സെക്രട്ടറിയും പ്രസിഡന്റും അറിയപ്പെട്ട സെലഫിയും ഒക്കെ ആയിരിക്കും. പക്ഷേ പറഞ്ഞു വന്ന ദുനിയാവായിരിക്കും വലുത്.
മുഴുവൻ കാര്യത്തിലും അവർ ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഓതുന്ന ആയത്താണ് ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. എന്താർത്ഥം? നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ഭൗതിക ജീവിതത്തിനാണ്, എന്നാൽ ആഖിറം അതാകുന്നു ഏറ്റവും ഉത്തമവും എന്തെന്നും നിലനിൽക്കുന്നതും. അപ്പൊ എന്നെന്നും നിലനിൽക്കുന്ന ലോകത്ത് നമുക്കും നമ്മുടെ മക്കൾക്കും രക്ഷപ്പെടണം. അതിനാണ് നമ്മൾ ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ദീനീ പഠനത്തിന് മുന്തിയ പ്രാധാന്യവും ദുന്യവി പഠനത്തിന് വളരെ ചെറിയ പ്രാധാന്യവുമേ നമ്മൾ കൊടുക്കുള്ളൂ. അത് നിങ്ങളും കൂടി ഉൾക്കൊള്ളണം. അത് നിങ്ങൾ അളിയൻ പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ അമ്മോശം പറയുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഭാര്യന്റെ അനിയത്തിയെ കെട്ടിയോ പറയുമ്പോഴേക്ക് കുലുങ്ങി പോകാൻ പാടില്ല. എന്താ നിങ്ങളെ കുട്ടി, എന്താണ് എന്റെ കുട്ടിയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ നിങ്ങള് പതറിപ്പോകരുത്. നമ്മളത് ശരിക്കും ഉൾക്കൊള്ളണം. നമ്മൾ ദുനിയാവ് പറ്റ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഖാറൂന്റെ സംഭവം പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന ഒരു വാചകണ്ട്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഈ ദുനിയാവിൽ നിനക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാത്തിലൂടെയും നീ ആഖിറത്തെ ആഗ്രഹിക്കുക. വലാ തൻസ നസീബക മിനദ് ദുനിയ. പക്ഷെ ദുനിയാവിലുള്ള നിന്റെ ഓഹരി നീ വിസ്മരിക്കുകയും ചെയ്യരുത്. കണ്ടോ? അപ്പോ ദുനിയാവിൽ എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അതിലൂടെയൊക്കെ ആഖിറം നമുക്ക് ആഗ്രഹിക്കണം. ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടുള്ള നസീബിനെ, നമുക്കായി വെച്ച വിഹിതത്തെ ഒഴിവാക്കി നമ്മളൊരു സൂഫിയായിട്ട് ഏതെങ്കിലും മലമടക്കിൽ പോയിരുന്ന് ഏതെങ്കിലും ഗുഹയിൽ പോയിരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. മറ്റു പലരും പറയുന്ന പോലെ എല്ലാവരും ആടുമേക്കാൻ പോണം എന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെയപ്പോ നമ്മളെ പറ്റി നമ്മൾ ആടുമേക്കാൻ പോണം എന്നാണ് പറയണത്. ആട് സലഫി എന്നാണ് ഇപ്പോ, അല്ലേ? നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ ആട് മേക്കുന്നവരെയും ആട് മേച്ച് ജീവിക്കുന്നവരെയും ഒന്നും നിങ്ങൾ കളിയാക്കണ്ട, നബിമാരൊക്കെ ചെയ്ത പണിയാണത്, മനസ്സിലായില്ലേ എന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ 4:10 തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ ജമാഅത്ത് നടക്കും. 2 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരായത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം. എങ്ങനെയാ നരകത്തിൽ നിന്ന് കാക്കേണ്ടത്? ഇവിടെ നരകത്തിൽ പോകുന്ന വിശ്വാസങ്ങളും പ്രവൃത്തികളും നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും ഇല്ലാതാകണം. അതിന് ആത്മാർത്ഥമായ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മൾ ഈ സ്ഥാപനങ്ങളിലൂടെയൊക്കെ ലക്ഷ്യമാക്കുന്നത് അതാണ്. നമുക്കും നമ്മുടെ കുട്ടികൾക്കും നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും വേണം. അതാണ് വിജയം, അല്ലെ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം രുചിച്ചു നോക്കേണ്ടി വരും എന്ന് പറഞ്ഞ ആയത്തിൽ വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ സമ്പൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് പരലോകത്തിലാണ് എന്ന് പറഞ്ഞ ശേഷം ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് ആരെങ്കിലും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അയാൾ വിജയിച്ചു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഭൗതിക ജീവിതം ഒരു വഞ്ചനയുടെ ചരക്കു മാത്രമാകുന്നു. എത്ര പോയിന്റുകളായി ഒരു ആയത്തിലുള്ളത്. ഒന്ന്, എല്ലാവരും മരിക്കും എന്നുള്ളത്. മറ്റൊന്ന്, ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ മുഴുവൻ പ്രതിഫലം ഇവിടെ കിട്ടാൻ പോകുന്നില്ല. ശരിയായ പ്രതിഫലം എവിടെ കിട്ടുള്ളൂ? പരലോകത്തെ കിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്താ? വിജയം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എത്ര ഏക്കർ സെന്റ് നേടി, ഇവിടെ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായി എന്നതല്ല. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക, മരണാനന്തരം നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് വിജയം. പിന്നെയോ ഭൗതിക ജീവിതം ഒരു വഞ്ചനയുടെ ചരക്കാണ്. അത് കണ്ടിട്ട് നിങ്ങൾ കണ്ണു തള്ളിപ്പോണ്ട, ഇതന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. യഥാർത്ഥ ജീവിതം നാളെയാണ്. അതിനുവേണ്ടി നമ്മൾ അടുത്ത തലമുറയെ തയ്യാർ ചെയ്യുക എന്ന മഹത്തായ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. അത് ഇവിടെ അധ്യാപകർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അധ്യാപകരോടൊപ്പം വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ആ പ്രക്രിയയിൽ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു വിഷയം ഇവിടെ സംസാരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അസർ നമസ്കാരത്തിന് ശേഷം അല്പം കൂടി സംസാരിച്ച് ഈ വിഷയം അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തിലൂടെ ഒരുപാട് നന്മകൾ നമുക്ക് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഈ ക്ലാസ് ഞാൻ വേഗം അവസാനിപ്പിക്കും.
അതിനുശേഷം റഷീദ് ചളവറയുടെ ക്ലാസും ശംസുദ്ദീൻ പാലത്തിന്റെ ക്ലാസും കൂടി ഇവിടെ നടക്കാനുണ്ട്. സമയത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, രക്ഷിതാക്കളായ നമ്മുടെ മനസ്സിനെ എപ്പോഴും വിധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ദീനിയായി എന്തു പഠിച്ചു, ദീനി വിദ്യാഭ്യാസത്തിൽ എന്റെ മകൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ആ പുരോഗതിയാണ് നമ്മെ സന്തോഷിപ്പിക്കേണ്ടതും ആനന്ദിപ്പിക്കേണ്ടതും. ഭൗതികമായി എന്റെ മകൻ എന്തൊക്കെ ഡിഗ്രി നേടി, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി, എന്തൊക്കെ ജോലി കിട്ടി എന്നതല്ല. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കൺകുളിർമ നീ പ്രദാനം ചെയ്യണേ. അതിന്റെ ബാക്കി എന്താ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താ അതിന്റെ അർത്ഥം? മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ, ഞങ്ങളെ നീ തഖ്വയുള്ളവർക്ക് ഇമാമാക്കണേ, അന്ന് അവരുടെ മുമ്പിൽ നടക്കുന്നവരാക്കണേ. അല്ലെങ്കിൽ മറ്റൊരർത്ഥം, തഖ്വയുള്ളവരെ പിൻപറ്റി ജീവിക്കുന്നവരാക്കണേ. അപ്പൊ മുസ്ലിം സമുദായത്തിലെ ഒരു മുൻകടയിൽ നിൽക്കുന്ന നല്ല തഖ്വയുള്ളവരായി ഞങ്ങളെ മാറ്റണം. തഖ്വയുള്ളവർക്ക് മുൻപന്തിയിൽ നിൽക്കുക, അവരെ മുന്നിൽ നടക്കുക. അതിനുള്ളൊരു യോഗ്യതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടേണ്ടത്. ഒരു ശരാശരി മുസ്ലിമായിട്ട് കള്ളൊന്നും കുടിക്കൂല, പിന്നെ ചീട്ടൊന്നും കളിക്കൂല, വ്യഭിചാരമൊന്നുമില്ല, അഞ്ചോത്ത് സ്കരിക്കും, വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോവും, അങ്ങനെ വലിയ നുണയൊന്നും പറയില്ല, ചെറിയ ചതിയൊന്നും ചെയ്യൂല, അങ്ങനെയൊക്കെ ഒരു ശരാശരി പത്തപത്തിൽ ഇങ്ങനെ. അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന ഉന്നതന്മാരായ ആളുകളായി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാതൃകയായി തീരേണ്ടതുണ്ട്. അത് നമ്മുടെ രക്ഷിതാക്കൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥന അത് കിട്ടണമെങ്കിൽ മലയാളത്തിൽ പറയും താൻ പാതി ദൈവം പാതി, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ പണിയെടുക്കുകയും ബാക്കി അള്ളാനെ ഏൽപ്പിക്കുകയുമാണ്. നമ്മളൊന്നും ചെയ്യാതെ അള്ളാനെ ഏൽപ്പിച്ചിട്ട് അള്ള ചെയ്യോ? ഇല്ലല്ലോ. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ബാക്കി റബ്ബിനെ ഏൽപ്പിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന ഫലിക്കണമെങ്കിൽ പ്രാർത്ഥനക്കനുയോജ്യമായി നമ്മൾ പ്രവർത്തിക്കുകയും വേണം. മനസ്സിലായില്ലേ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ദുർരിയാതിനാ എന്ന് പ്രാർത്ഥിക്കും. മക്കളുടെയും ഭാര്യന്റെയും കുടുംബത്തിന്റെയും ധാർമ്മിക ബോധത്തിന് വേണ്ടി ഒരു പണി അയാൾ ചെയ്യൂല. ആ പോണമായിരിക്കെ പോയിക്കോട്ടെ, നടക്കണമായിരിക്കെ നടന്നോട്ടെ എന്ന് വെച്ച് അലസമായി വിടുകയും ചെയ്യും. അതൊരിക്കലും തന്നെ ഒരു ശരിയായ മുഅ്മിനിന് യോജിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെയൊക്കെ ഒരു ധാരണ, ഒരു നല്ല ദീനീ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കുട്ടിയെ ചേർത്തിയാൽ അതോടെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്വവും തീർന്നു. 10-12 കൊല്ലം ഈ നമ്മുടെ സമുദായത്തിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾക്കിടയിൽ അത്രയൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ച നമ്മുടെ മക്കൾ 2-3 മാസം കൊണ്ട് ഇവിടെ വന്നാൽ എല്ലാം ശരിയായിക്കൊള്ളും, ഏറ്റവും നല്ല തർബിയത്തുള്ള കുട്ടിയായി നമ്മുടെ കുട്ടി മാറും എന്ന ഒരു ചിന്ത ഒരിക്കലും തന്നെ നമുക്ക് ഉണ്ടായിക്കൂടാ. അങ്ങനെയുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ നമുക്ക് ശരിക്കറിയാലോ. ആ കുട്ടിയുടെ സ്വഭാവങ്ങളും രീതികളും പെരുമാറ്റങ്ങളും ഒക്കെ മാറ്റിയെടുക്കാൻ സമയമെടുക്കും. നമ്മൾ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കുകയും അധ്യാപകരുമായി നിരന്തരം ബന്ധപ്പെടുകയും അങ്ങനെ കുട്ടിയുടെ കഴിവും കഴിവുകേടും നമ്മളും നമ്മുടെ അധ്യാപകരും മനസ്സിലാക്കി അതനുസരിച്ച് സമയമെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് കുട്ടികളെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പ്രവർത്തിക്കുകയും അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ധാരാളമായി ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ ദുആ ചെയ്യുകയും വേണം. അവിടെ കൊണ്ടേക്കില്ല, ഇനിയിപ്പൊന്നുമില്ല, അത് ശരിയായിക്കോളും എന്നല്ല. പ്രാർത്ഥനയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. റബ്ബിർഹമുമാ കമാ റബ്ബയാനി സഗീറ. മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എന്റെ റബ്ബേ, ചെറുപ്പത്തിൽ അവർ രണ്ടുപേരും എന്നെ വളർത്തിയതുപോലെ നീ അവർക്ക് കരുണ കാണിക്കണേ. അതോടൊപ്പം അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദുർരിയത്തി, അല്ലാഹുവേ എന്റെ സന്താനങ്ങളെ നീ എനിക്ക് നന്നാക്കി തരണേ, സന്താനങ്ങൾ വഴിതെറ്റിച്ചുകൊണ്ട് നീ എന്നെ പരീക്ഷിക്കല്ലേ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാ സന്ദർഭത്തിലും വേണം. അതൊരിക്കലും തന്നെ നമ്മുടെ രക്ഷിതാക്കൾ വിട്ടുപോകരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പറയാൻ കാരണം എല്ലാ രക്ഷിതാക്കളെ, ചില രക്ഷിതാക്കളൊക്കെ തീരെ തിരിഞ്ഞു നോക്കൂല. ഇപ്പൊ ഇന്നിപ്പോ ഒരു കൊല്ലത്തിൽ ഒരിക്കൊന്ന് വരാൻ, ഇന്ന് ഒരു കൊല്ലത്തിലാകെ നമ്മുടെ രക്ഷിതാക്കളെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിച്ചത് ഇന്ന് മാത്രമാണ്.
തന്റെ കുട്ടിക്ക് വേണ്ടി ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ ഒരു രക്ഷിതാവിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അതവര് ഒരു പുനർവിചിന്തനം നടത്തേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനീ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ എല്ലാമായി എന്ന് വിചാരിക്കേണ്ടതില്ല. അതൊരു മാധ്യമം മാത്രമാണ്, ഒരു സഹായകമായ ഒരു മീഡിയേറ്റർ ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളും രക്ഷിതാക്കളായ നിങ്ങളും അധ്യാപകരും കുട്ടിയും നല്ല ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയെങ്കിൽ മാത്രമേ ഈ ശറഈയായ ഈ തർബിയത്തിന്റെ ഈ ചക്രം പ്രക്രിയ അത് പൂർത്തിയാവുകയുള്ളൂ. ഈ കാര്യം രക്ഷിതാക്കളെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാകേണ്ട ഇസ്ലാമിക അന്തരീക്ഷത്തെ കുറിച്ചാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ദുഷിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ അതിന് പറ്റിയ സാഹചര്യമില്ല എന്നതാണ് നമുക്കൊക്കെ പറയാനുള്ള ഒന്നാമത്തെ മറുപടി. നമ്മളിവിടെ കുട്ടികളെ ശരിയായ വിഷയങ്ങളൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെ ഇബാദത്തുകൾ എടുക്കണം, മുതിർന്നവരോട് ഇങ്ങനെ പെരുമാറണം, ഖുർആനിനോട് ഇങ്ങനെ സമീപിക്കണം, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിടും. സിനിമ കാണാൻ പാടില്ല, നിങ്ങൾ മ്യൂസിക് കേൾക്കാൻ പാടില്ല, നിങ്ങൾ അനാവശ്യമായ സംസാരങ്ങൾ പാടില്ല, മുതിർന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കൂടിക്കലരാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു വിടും. പക്ഷെ വീട്ടിൽ പോയാലോ, വീട്ടിൽ ഇസ്ലാമികമായ അന്തരീക്ഷം ഇല്ലെങ്കിലോ അവിടെ എപ്പോഴും പാട്ടും കൂത്തും, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലരലും, ഖുർആൻ പാരായണമില്ലാത്ത, ദിക്റുകളില്ലാത്ത അങ്ങനത്തെ ഒരവസ്ഥയാണെങ്കിൽ പിന്നെ ഈ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. ഫഅബവാഹു, അവന്റെ രണ്ട് മാതാപിതാക്കളാണ്, യുഹവ്വിദാനിഹി, അവനെ യഹൂദിയാക്കുന്നതും, വയുനസ്സിറാനിഹി, അവൻ നസ്രാനിയാക്കുന്നതും, വയുമജ്ജിസാനിഹി, അവനെ മജൂസിയാക്കുന്നതും. ഇതുകൊണ്ട് കുടുംബത്തിലെ സാഹചര്യമാണ് നമ്മുടെ കുട്ടികളെ നന്നാക്കുന്നതിനും വഴിതെറ്റിക്കുന്നതിനുമുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന കാര്യം രക്ഷിതാക്കൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. അപ്പൊ ഈ കുട്ടി അവിടെ കൊണ്ടുവന്ന് ചേർത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കുട്ടികൾ വീട്ടിൽ വരുമ്പോ ഇപ്പതാ നമ്മളിപ്പോ റമദാനോടനുബന്ധിച്ച് 10-40 ദിവസം, ഏതാണ്ട് ഒരു 50 ദിവസത്തോളം, 60 ദിവസത്തിന് താഴെ നമ്മൾ സ്ഥാപനം അടച്ചിടും. എല്ലാ സ്ഥാപനത്തിലും ഉള്ളതാണത്. അപ്പൊ ആ ഒരു 60 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു കൊല്ലം കുട്ടി നേടിയ എല്ലാ സൽഗുണങ്ങളും വെള്ളത്തിലായതുപോലെ പിന്നെ ആദ്യം നിന്നൊക്കെ തുടങ്ങേണ്ട അവസ്ഥ. എന്തുകൊണ്ടത്? കുട്ടി അങ്ങനെയാണ് രക്ഷിതാക്കൾ വിടുന്നത്. 4 ദിവസം അമ്മാവന്റെ കൂടെ പോയിക്കോ, മറ്റു ദിവസം അമ്മായിന്റെ കൂടെ പോയിക്കോ, മറ്റു ദിവസം ഉമ്മാന്റെ വീട്ടിൽ പോയിക്കോ, മറ്റുമ്മാന്റെ അനിയത്തിനോടെ പോയിക്കോ, അങ്ങനെ പലയിടത്തും കുട്ടികളെ പറഞ്ഞേക്കാം. അവിടെ നിന്ന് പോയാൽ കുട്ടി ജമാഅത്തിന് പോകൂല, കുട്ടി കൃത്യമായിട്ട് ഖുർആൻ ഓതൂല. കുടുംബങ്ങൾ സന്ദർശിക്കുക, തിരിച്ചു പോരുക. കുടുംബങ്ങളിലൊക്കെ പോയാൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള മിംഗ്ലിംഗ്, ഇതിൽ യാതൊരു വ്യവസ്ഥയില്ല നമ്മുടെ നാട്ടില്. അപ്പൊ നമ്മളെ കുട്ടികൾ എവിടെ പോയി താമസിക്കുന്നതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടിയുടെ ഉമ്മാന്റെ അനിയത്തിന്റെ മോള്, ഉപ്പാന്റെ അനിയന്റെ മോള്, ഇങ്ങനെയൊക്കെയുള്ള അളാപ്പാന്റെ മോള്, മൂത്താപ്പാന്റെ മോള്, അമ്മായിന്റെ മോള്, അമ്മാവന്റെ മോള്, ഇങ്ങനത്തെ പെൺകുട്ടികളുമായൊക്കെ കൂടിക്കലരുന്നതിൽ ആൺകുട്ടികളെ ശ്രദ്ധിക്കണം. പെൺകുട്ടികളാണെങ്കിൽ കുടുംബത്തിൽപ്പെട്ട മറ്റ് ആൺകുട്ടികളുമായി കൂടിക്കലർന്ന് ശ്രദ്ധിക്കണം. വീട്ടിലൊരു ഹിജാബ് സൂക്ഷിക്കണം. കൊല്ലിയേൽക്ക് വരുമ്പോ മാത്രം നിഖാബ് ധരിച്ചത് കൊണ്ട് പൂർത്തിയാകുന്നില്ല. വീട്ടിൽ നമ്മൾ പെരുമാറുന്നതും ഇടപഴകുന്നതും ഒക്കെ അങ്ങനെയായിരിക്കണം. ഒരു വീട്ടിൽ കയറേണ്ട കുട്ടിയുടെ മര്യാദ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ അതിലൊന്നും യാതൊരു വ്യവസ്ഥയില്ല. ഏതൊരു വീട്ടിൽ ചെന്നാലും നേരെ അങ്ങ് കയറി അടുക്കളയ്ക്ക് അങ്ങ് പോകും. അടുക്കളയിലെ പെണ്ണുങ്ങള് ആ പകുതി തട്ടവും കയ്യും കുപ്പായം കയറ്റിച്ചിട്ട് എന്തൊക്കെയാ വർത്താനം എന്ന് വെച്ച് ഇങ്ങോട്ട് വരും. അതാ നമ്മളെ സംസ്കാരം. മനസ്സിലായില്ലേ? പോരുമ്പോഴും വീട്ടുകാരത്തിനോടൊന്ന് പറയണം, റോളെ പുറത്തേക്ക് വിളിച്ചാൽ പോവാട്ടോ എന്ന് പറയണം. അതാ നമ്മളെ സംസ്കാരം. വീട്ടുകാരനോട് പറഞ്ഞാൽ പോരെ, ഞാൻ പോവാന്ന്, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോ വീട്ടുകാരത്തിനെ പ്രത്യേകം വിളിക്കണോ? അങ്ങനെ വിളിച്ചില്ലെങ്കിലോ നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവരോടൊന്ന് പറഞ്ഞില്ലെങ്കിൽ മോശല്ലേ? ഇതൊക്കെ നമ്മളെ നാട്ടിലെ സംസ്കാരമാണ്. പെണ്ണുങ്ങളോട് യാത്ര പറയേണ്ട ആവശ്യമില്ല ആണുങ്ങള്. ഇപ്പൊ ആണുങ്ങളോട് യാത്ര പറഞ്ഞാൽ മതി. വീട്ടിലാണ് കയറി ചെന്ന അടുക്കളയ്ക്കാണ് പോവുക, അവിടെ പോയിരിക്കുക. എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരെയും കൂടി വിളിക്കുക. എന്നിട്ട് വീട്ടുകാരന്റെ ഭാര്യയും നമ്മളെ ഭാര്യയും ഞാനും നിങ്ങളും ഒക്കെ പാടിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക. അല്ലെ, ഇതിന്റെ ഒരു സംസ്കാരമില്ലാത്ത ഒരവസ്ഥ. ടൂർ പോവുക, ഞാനും എന്റെ കെട്ടിയോളും, എന്റെ സുഹൃത്തും എന്റെ കെട്ടിയോളും, എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സൊറ പറയാ. ഇതെല്ലാം
ഇതെല്ലാം വളരെ തെറ്റായ രീതിയിലേക്കാണ് അവിടെ. ഇഖ്തിലാത്തിന്റെ വിഷയത്തിൽ, ആണ് പെണ്ണ് മിംഗ്ലിങ്ങിന്റെ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അത് ഞങ്ങൾ ഇവിടുന്ന് വളരെ കർശനായിട്ട് കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ വീട്ടിൽ നടപ്പിലാക്കണ്ടേ? മ്യൂസിക് അത് വീട്ടിൽ നടപ്പിലാക്കണ്ടേ? അത് TV ഉണ്ട്, അത് ഉസ്താദെ നമ്മള് ഇത് വാർത്ത കാണാൻ വാങ്ങിയതാണ്, അതൊക്കെ അല്ലാതെ ഇപ്പൊ ഈ കാലത്ത് പറ്റുമോ? എന്നിട്ട് ഇങ്ങനെ മണിക്കൂറുകൾ ഇതിന്റെ മുമ്പിലിരിക്കും. ഫുള്ള് മ്യൂസിക്, അനാവശ്യമായ പരസ്യങ്ങള്, ഒരു മണിക്കൂർ ന്യൂസ് അവർ എന്നാ പറയാ. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ 3 മണിക്കൂർ 4 മണിക്കൂർ ഒരു ദിവസം വാർത്ത കേൾക്കാൻ വിനിയോഗിക്കുന്നു. ഖുർആൻ ഓതാൻ പറഞ്ഞ എവിടെ ഉസ്താദെ സമയം? നിങ്ങൾക്കൊക്കെ സമയമുണ്ട്, നിങ്ങൾക്ക് തന്നെയല്ല പണി. 3 മണിക്കൂർ വാർത്ത കാണാൻ ഒരു പ്രശ്നമല്ല. വാർത്ത കേട്ടാ പോരാ, റേഡിയോയില് വാർത്ത, പത്രത്തിൽ വായിച്ചാലും പോരാ, ഒരു വാർത്ത ലൈവായിട്ട് കാണുന്ന വേണം. എന്താ അതിലൊക്കെ ഉള്ളത്? അത് കുത്തി നിറക്കാൻ ഓരോന്ന് പറഞ്ഞ് രാവിലെ ഛർദിച്ചാൻ ഉച്ചക്കും ഛർദിക്കും, അതന്നെ രാത്രിയും അല്ലേ? താലൂക്ക് ഓഫീസിൽ പൂച്ച വെച്ചു വാർത്ത, DD ഓഫീസില് എലി ഫയൽ തിന്നു വാർത്ത. ഇതൊക്കെ എന്താ നമ്മൾ അറിയേണ്ട കാര്യം? ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തൊക്കെ ഇങ്ങനെ ഛർദിച്ചിട്ട് അത് പൊടിപ്പും തൊങ്കലും വെച്ചിട്ട് ഇതൊക്കെ കേട്ടിരുന്ന് നമ്മുടെ മനസ്സുകൾ മലീമസമായി തീർന്നിട്ടുണ്ട്. അപ്പൊ ആ സംസ്കാരം തന്നെ നമ്മൾ മാറ്റണം. കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത് കുട്ടികളെ ശല്യം തീർക്കാനാണെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി. നമുക്ക് അങ്ങനത്തെ കുട്ടികൾ ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഏത് ബടക്കേട്ട കുട്ടിയും ഇവിടെ വന്ന ഇതൊരു ദുർഗുണ പരിഹാര പാഠശാല ഞങ്ങളെ വിചാരം. ജയിലിൽ നിന്നൊക്കെ വിടുന്ന സ്ഥലം അതല്ല. നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാതിരുന്നാൽ ഒരിക്കലും നടക്കൂല. കുട്ടികളെ നമ്മള് ഒരു മാസത്തിൽ 3 ദിവസം വീട്ടിലേക്ക് വിട്ടാൽ പോലും കുട്ടികളുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ കുട്ടികൾ നമ്മൾ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും. കാരണം ഇന്നത്തെ കാലത്ത് വഴിതെറ്റാൻ വളരെ സാഹചര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ തന്റെ ചങ്ങാതിയുടെ മത നടപടിക്രമത്തിലായിരിക്കും. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരുമായി നമ്മൾ കൂട്ടുകൂടുന്നു എന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വീട് വളരെ പ്രധാനപ്പെട്ടതാ. ഞങ്ങള് ഇസ്ലാമിക് സ്കൂളുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയപ്പോ ഒരു 4-5 സ്കൂളുകൾ സന്ദർശിച്ചു. ഒരു ഡോക്ടർ നടത്തുന്ന ഒരു സ്കൂളുണ്ട്, ഒലിവ് പബ്ലിക് സ്കൂൾ എന്നാ മറ്റേ പേര്. നമ്മൾ വിചാരിക്കും തമിഴന്മാരല്ലേ, തമിഴന്മാര് നമ്മളെക്കാൾ എത്രയോ ബെറ്റർ ആണ്. ചെന്നൈയിൽ മാത്രം എത്രയോ നല്ല നിലവാരത്തിൽ ഇസ്ലാമിക് സ്കൂളുകൾ അവർ നടത്തുന്നുണ്ട്. നമുക്കിവിടെ ഒന്ന് നടത്തിയിട്ടാണ് ഇങ്ങനെ ഇതാകുന്നത്. എന്നാൽ അവിടെ ചെന്നപ്പോ എന്താ പറഞ്ഞാരിയോ? ആദ്യം ഞങ്ങൾ രക്ഷിതാക്കളെയാണ് ഇന്റർവ്യൂ ചെയ്യുക. രക്ഷിതാക്കൾ ഇന്റർവ്യൂയും ഉപ്പാനും ഉമ്മാനും. അത് വെറുതെ ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കലൊന്നല്ല, ഇരുത്തിയിട്ട് ചോദിക്കലാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അത് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സാഹചര്യം നിങ്ങളെ വീട്ടിലുണ്ടോ? സത്യം പറയണം. ഒന്നാമതായി തമിഴിനോട് പറയുന്നത് TV ഒഴിവാക്കാൻ പറ്റുമെന്നാ. തമിഴന്മാർക്ക് TV ഒഴിവാക്കാൻ വലിയ പ്രയാസം അല്ലെ? അവർക്ക് അതിന്റെ ഒരു അഡിക്ഷൻ, ആ നാട്ടിന്റെ ഒരു പ്രത്യേകത അത്. ഇവിടെ തമിഴ്നാട്ടിൽ പഠിക്കൊന്നുമില്ലേ, 4 മണിക്ക് റേഡിയോ ഓണാക്കും, ചലച്ചിത്രഗാനം കേൾക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് അവർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊരു കുട്ടികളെ കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് 3 കൊല്ലത്തെ പ്രെയർ ബുക്കിംഗ് അവിടെ. മനസ്സിലായില്ലേ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് ഡിക്റ്റേഷൻ കയ്യെഴുത്ത് കണ്ടിട്ട് നമ്മളിവിടുത്തെ BA-കാരൻ പോലും അങ്ങനെ എഴുതൂല. അത്ഭുതപ്പെട്ടുപോയി. അപ്പൊ അതാണ്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അവര്, വലിയ ത്യാഗം സഹിക്കുന്നുണ്ട് അവര്. അതെന്താ? അങ്ങോട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി ആ ഡോക്ടറും ഡോക്ടറുടെ കുടുംബവും സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാർ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള രക്ഷിതാക്കൾ അതിനുവേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. അവിടെ രക്ഷിതാക്കളെയാണ് ആദ്യം ഇന്റർവ്യൂ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് നമ്മളെ സ്ഥാപനത്തിൽ അങ്ങനെ ആകണം. കാരണം ഒരു കാര്യം കിട്ടുന്നില്ല. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ടാ, ഒരാഴ്ച കൊണ്ട് കുട്ടി വീട്ടിൽ പോയാൽ നേരെ തലയിരിഞ്ഞിട്ട് അവന്. കാരണം വീട്ടുകാർക്കൊന്നും വലിയ താല്പര്യമില്ല. ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നാക്കി അവരെ ഉത്തരവാദിത്വം തീർക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട് ഇസ്ലാമികമാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ നല്ല താല്പര്യമെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കുട്ടി അവിടെ പഠിപ്പിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവുകയില്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോ മുഖം മറക്കള്, പെണ്ണുങ്ങൾ മുഖം മറക്കുന്ന കാര്യം ഇപ്പോഴും നമ്മളെ നാട്ടിലെ സലഫികൾ എന്ന് പറയുന്നവർക്ക് തന്നെ ദഹിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? വലിയ വലിയ നേതാക്കന്മാരെ ഭാര്യമാർക്ക് വരെ മുഖം മറക്കാൻ സാധിച്ചിട്ടില്ല. ഇനി മുഖം മറച്ചാൽ തന്നെയും നമ്മളെ നാട്ടിൽ ഇപ്പൊ പെണ്ണുങ്ങൾ കയ്യുറ ധരിക്കൽ. നമ്മളിന്ന് വീടുകളിൽ നിന്ന് കയ്യുറ ധരിക്കലോ അത്രക്ക് വേണോ എന്നടുത്താണുള്ളത്. മനസ്സിലായില്ലേ? മുഖം മറക്കാം, പക്ഷെ കയ്യുറയും കൂടി ഇടുക എന്ന് പറഞ്ഞ അല്ലേ? മൈലാഞ്ചി ഒക്കെ ഇട്ട് ഇങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ ക്യൂടെക്സിന് പകരം മൈലാഞ്ചി ഇട്ട് കൈയൊക്കെ ഇങ്ങനെ ഭംഗിയാക്കിയിട്ട് അതിങ്ങനെ പുറത്ത് കാണിച്ച് നടക്കുക. മാത്രല്ല ചില പെണ്ണുങ്ങളൊക്കെ നല്ല വീതിയുള്ള പറഞ്ഞ കൈ ബസ്സിലൊക്കെ പിടിച്ചാൽ ഇവിടെ വരെത്തും.
ഫുള്ള് കാണും. അതൊന്നും പ്രശ്നമല്ല എന്നുള്ള മാതിരിയാണ്. അപ്പോ അവിടേക്കൊക്കെ നമ്മള് കുട്ടികളെ നിക്കാബിട്ടിട്ട് ഇവിടെ അയക്കും. പക്ഷേ നാട്ടിൽ പോയി വരുമ്പോഴോ കല്യാണത്തിനും അയച്ചിട്ട് അതൊക്കെ എന്റെ അസരിയര് ഇവിടെ ഒന്നും വേണ്ട. അപ്പൊ എങ്ങനെയുണ്ട്? ഉമ്മാക്ക് നിഖാബില്ല, ചേട്ടത്തിക്ക് നിഖാബില്ല, ഈ കുട്ടിക്ക് മാത്രം നിഖാബ്. എന്നിട്ട് എല്ലാരും കുട്ടി അങ്ങനെ കളിയാക്ക, പരിഹസിക്ക. ഞങ്ങൾ പറയലുണ്ടായോ, നിങ്ങൾ അങ്ങനത്തെ സ്ഥലത്തേക്കൊന്നും ഞങ്ങളെ കുട്ടികളെ കൊണ്ടോണ്ട. നിങ്ങളെ കല്യാണം സൽക്കാരം മാമൂലിനൊന്നും ഈ കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞു. എന്തിനാ ഞങ്ങൾ കുട്ടികളെ നശിപ്പിക്കണത്? നമ്മളെ കുട്ടികൾക്ക് അതിന്റെ ആവശ്യമല്ല, നമ്മളെ കുട്ടികൾക്ക് അതിൽ താല്പര്യമല്ല. ഇവിടെ പഠിക്കുന്ന ആൺകുട്ടികൾക്കാകട്ടെ പെൺകുട്ടികൾക്കാകട്ടെ നാട്ടിൽ നടക്കുന്ന മാമൂലുകൾക്ക് പോകണമെന്ന് ഭൂരിഭാഗം കുട്ടികൾക്കും താല്പര്യമില്ല. കാരണം അവിടെയൊക്കെ പോയാൽ അവരെ സംസ്കാരം നശിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ പറയും അങ്ങനെയാകുമ്പോ നമ്മൾ പറ്റങ്ങ് ഒറ്റപ്പെട്ടു പോവില്ലേ? അല്ലെങ്കിൽ അവസാന കാലത്ത് ദീന് മുറുകെ പിടിക്കുന്നവർ ഒറ്റപ്പെടും. അതിനാണ് ഖുറബാ എന്ന് പറഞ്ഞു, അല്ലേ? ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതനെ പോലെയാണ്. ആരംഭിച്ചിടത്തേക്ക് ഇസ്ലാം തിരിച്ചു പോകും കാലങ്ങൾ കഴിയുമ്പോ. ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? യഥാർത്ഥ ഇസ്ലാമിനെ പറ്റി പറഞ്ഞ ആളുകൾ ചോദിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് മക്കത്ത് വന്നപ്പോ ചോദിച്ച ചോദ്യം, ഇതേതാ ഒരു പുത്തൻ മതം, ഇതേതാ ഒരു പുത്തൻവാദി വന്നിരിക്കുന്നു, അതിപ്പോ ഒരു പുതിയ സലഫിയത്ത് ചോദിക്കണില്ലേ? ഇല്ലേ? അതന്നെ ഖുർബത്തുൽ ഇസ്ലാം, യഥാർത്ഥ ഇസ്ലാമിന്റെ അപരിചിതത്വം. ആ അപരിചിതരായി അറിയപ്പെടുന്ന ഖുറബാകളാണ് നമ്മൾ. അത് നമ്മൾ സഹിച്ചേ പറ്റൂ. പക്ഷെ അതിനൊരാനന്ദമുണ്ട്. ആ ഖുർബത്ത് ആസ്വദിക്കാൻ നമുക്കൊരാനന്ദമുണ്ട്. അതിന് നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മാറാതെ ഒരിക്കലും നമുക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനങ്ങളെയും മാറ്റുകയില്ല, ഒരു ഖൗമിനെയും മാറ്റൂല, അവർ സ്വയം മാറ്റം വരുത്തുന്നത് വരെ. അള്ളാഹ്ക്ക് നമ്മളൊക്കെ മനസ്സ് മാറ്റാൻ വല്ല പണിയുണ്ടോ? ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബിന്. പക്ഷെ നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാകണം. അപ്പൊ നമ്മള് ആൺകുട്ടികൾക്ക് ജുബ്ബ ധരിക്കണം. എന്തിനാ പറഞ്ഞത്? പാൻസ് ആണ് അധികം ആളും ധരിക്കുക. പാൻസ് എന്ന് പറഞ്ഞാൽ മൊട്ടുമുക്കലിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണ്. പാന്റ് കൊണ്ട് ഔറത്തിന്റെ ഷേപ്പ് കാണുന്നുണ്ട്. അത് റുക്കൂലും സുജൂദും ഇങ്ങനെ ബൾജ് ചെയ്ത് കാണിക്കും. അത് നിസ്കാരം തന്നെ ശരിയാവില്ല എന്നാ ഉലമാക്കൾ പറയണത്. അതുകൊണ്ട് ജുബ്ബ ധരിക്കണം. പെൺകുട്ടികൾ നിഖാബ് ധരിക്കണം. അപ്പൊ ഇതൊക്കെ യൂണിഫോം ആയിട്ട് മാത്രം കണ്ടാൽ, ഉമ്മ പറയണത് മോളൻ യൂണിഫോമാണ്, ഉപ്പ പറയാണ് മോന്റെ ജുബ്ബ അത് അവിടുത്തെ യൂണിഫോമാണ്. അല്ല, അത് മുസ്ലിമിന്റെ യൂണിഫോമാണ്. മനസ്സിലായില്ലേ? അസരിയൊക്കെ മാത്രമുള്ളതല്ല. നിങ്ങൾ മുണ്ടെടുത്തോ, നിങ്ങൾ കുപ്പായം മതി, മുറിയൻ കുപ്പായം മതി, കുഴപ്പമില്ല. പാൻസ് എടുക്കാണോ നിങ്ങൾ ജുബ്ബ ധരിക്കണം. മുട്ട് വരെ എത്തുന്ന ജുബ്ബ ധരിച്ചേ പറ്റൂ. അത് പുരുഷന്മാര് ചെയ്യണം. അത് ഉലമാക്കൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് പറഞ്ഞാൽ അങ്ങോട്ട് കേറണില്ല പലർക്കും. അതിപ്പോ നമ്മള് എന്നിട്ട് ഇങ്ങനെ എന്തിനാ നമുക്ക് പേടിക്കുന്നത്? നമ്മൾ മാറ്റം വരുത്താൻ തയ്യാറാകണ്ടേ? അതുകൊണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോടും എവിടെയുള്ള വിദ്യാർത്ഥി രക്ഷിതാക്കളോടും പറയാനുള്ളത്, നമ്മുടെ വീട് ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിച്ചാല് ദീനീ സ്ഥാപനങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. ഇന്ന് അതില്ലാത്ത ഒരവസ്ഥയാണ്. നമ്മൾ വലിയൊരു വെല്ലുവിളിയല്ലേ ഏറ്റെടുത്തിട്ടുള്ളത്. ഇപ്പോ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കുന്ന മിക്സഡ് സ്കൂളിൽ പഠിപ്പിച്ച രക്ഷിതാക്കളൊക്കെ വളരെ ഖേദിക്കാണ്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പോയ മോള് തിരിച്ചു വരുന്നില്ല. വേറൊരുത്തന്റെ പൊളിച്ചോടി പോടിയിട്ട് കോടതിയിൽ ഹാജരാകുക. കോടതി ചോദിക്കാണ്, ഈ ശൈത്താന്റെ ഒപ്പം പോണോ അല്ല ഉപ്പാന്റെ ഒപ്പം പോണോ? ഞാൻ ബന്റെ ഒപ്പാ പോണ്. 18 കൊല്ലം നിങ്ങൾ വളർത്തിയ ആ പെൺകുട്ടി അത് കേട്ടിട്ട് നിങ്ങളവിടെ ഒരു പക്ഷേ തളർന്നു വീണെന്ന് വരും. നിങ്ങൾ പോലീസ് എടുത്ത് പുറത്തുണ്ടാക്കുന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു പരിഗണനയില്ല. അവളെ മുടിക്ക് പിടിച്ച് 4 കൊടുത്താലോ നിങ്ങൾക്ക് ജയിലിലും പോകാം. അത് അവിടുത്തെ ജനാധിപത്യം. അള്ളാന്റെ നിയമത്തിന് ഒരു പരിഗണനയും ഇല്ലാത്ത ഒരു നിയമമാണത് ഇവിടുത്തെ. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താണ്? ഭർത്താവ് ഉള്ളവളാകട്ടെ ഇല്ലാത്തവളാകട്ടെ മറ്റു പുരുഷന്റെ ഒപ്പം സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു കുഴപ്പമല്ല. പരസ്പര എതിർപ്പില്ല ഞാൻ മാത്രം, ബലാത്സംഗം ആകാൻ ഞാൻ മാത്രം മതി. പരസ്പര സഹകരണത്തോടും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടും അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെടുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് അവിടുത്തെ നിയമം. ഒരു മുസ്ലിമിനത് പറ്റുമോ? അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ മിക്സഡ് സ്കൂളിൽ നിന്ന് കുട്ടികളെ മാറ്റിയിട്ട് നമ്മൾ ഈ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പ്. എവിടേക്കാ നീ കൊണ്ടുപോണേ? ഖുറാഫാത്ത കുട്ടിനെ വീട്ടിലിരുത്തിക്കോ എന്നിട്ട് ഇങ്ങനെ പരിഹാസം കേൾക്കും. പക്ഷെ മിക്സഡ് സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റൂല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വളരെ പ്രയാസം തന്നെയാണ്. മുതിർന്ന പെൺകുട്ടികളെയും മുതിർന്ന ആൺകുട്ടികളെയും എന്നിട്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആയിട്ട് അത് ചിലപ്പോൾ കാഫറിന്റെ ഒപ്പാവും പോണത്. അതൊക്കെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് പല മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളിൽ ഒരു മുസ്ലിമിന് അവന്റെ ഇസ്ലാമിക വ്യക്തിത്വത്തോടെ പോകാൻ പഠിക്കാൻ പറ്റില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളില് 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ മുട്ടിന് തൊട്ട് താഴെ നിൽക്കുന്ന സ്കർട്ട് ഇടണം, തട്ടിടാൻ പാടില്ല, ഹാഫ് കൈ കുപ്പായിടണം. അങ്ങനെയാ പെൺകുട്ടികളെ പറഞ്ഞേക്കണ്. എന്നാലും നമ്മളെ കാക്കമാർ അവിടെ കൊണ്ടുപോയി ചേർക്കും. അതെന്താ? അവിടെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആണ്. എന്തിനാടോ ഇത് ഇസ്ലാം നഷ്ടപ്പെടുത്തിയിട്ട്? എനിക്കറിയാം, ജുമഅക്ക് പോലും കുട്ടികൾ അനുവദിക്കാത്ത ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇവിടുത്തെ കേരള സർവീസ് റൂൾ അനുസരിച്ച് മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്കും വിദ്യാർത്ഥിക്ക് 2 മണിക്കൂർ അവധി കൊടുക്കണമെന്നാ. അത് അവർ കൊടുക്കൂല. എന്നിട്ട് തലശ്ശേരിയിൽ പ്രസിഡന്റായി. അപ്പൊ എന്താ പറഞ്ഞല്ലോ, നിങ്ങളെ കുട്ടികളാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഒരു 15% മാപ്പിളമാർ പോലും കുട്ടികളോട് പിൻവലിച്ചില്ല. മുസ്ലിങ്ങൾ പിൻവലിച്ചാൽ നടക്കാത്ത സ്കൂൾ വരെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഇസ്ലാമിനോട് നമുക്ക് മതിപ്പില്ലാതായി, ഇസ്ലാമിന്റെ സംസ്കാരത്തോട് നമുക്ക് മതിപ്പില്ലാതായി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് വേറിട്ടൊരു വിദ്യാഭ്യാസ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കുന്നത്. ഇത് ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ്. ഇത് പ്രയാസകരമാണ്. പക്ഷെ ആ പ്രയാസം നമ്മൾ ഉൾക്കൊള്ളണം. കുട്ടികളോടൊപ്പം, വിദ്യാർത്ഥികളോടൊപ്പം രക്ഷിതാക്കളും വീട്ടിലുള്ളവരും അത് ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്കിത് വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മതവിരുദ്ധ രീതിയിലുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ നടക്കുമ്പോ അതിൽ നിന്നും മാറി നിന്ന് നമ്മൾ കുട്ടികളെ വേറെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ജനറൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ പലരും നിരീശ്വര നിർമ്മതവാദികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെയൊക്കെ സംസ്കാരം അറിഞ്ഞും അറിയാതെയും പലപ്പോഴും കുട്ടികൾ ലഭിക്കുന്നു എന്നത് പുറത്തു വരുന്ന കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പാപ്പ നല്ല മതബോധമുള്ള ആളായിരിക്കും, പക്ഷെ മകൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേന് നിരീശ്വരവാദിയോ നിർമ്മതവാദിയോ ഒക്കെ ആകുന്ന അവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മാറി നിൽക്കുക, എന്നിട്ട് വേറിട്ടൊരു വിദ്യാഭ്യാസ സംസ്കാരം വളർത്തിയെടുക്കുക എന്നത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗിക തലത്തിൽ ഒരുപാട് കടമ്പകളുള്ള സംഗതിയാണ്. പക്ഷെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യഅതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു, അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംരി, അന്ന് മതത്തിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെയായിരിക്കും എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തീക്കട്ട ഉള്ളം കയ്യിൽ പിടിക്കുമ്പോ അറിയാതെ വിട്ടുപോകുന്നത് പോലെ നമ്മൾ ദീൻ അറിയാതെ വിട്ടുപോകുന്ന സാഹചര്യം ഇന്ന് ധാരാളമായി നിലനിൽക്കുന്നുണ്ട്. അവിടെ ദീൻ മുറുകെ പിടിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും 2 പ്രസംഗങ്ങൾ ഇവിടെ ക്ലാസ്സുകളുടെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ദീൻ പഠിക്കാൻ കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളായി നിങ്ങളും മുന്നോട്ട് വരണം. ദീൻ എന്നത്, ഇസ്ലാം ദീൻ എന്നത് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ഒരു ദീനല്ല, പഠിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊള്ളേണ്ടതാണ്. ഏത് പ്രായക്കാരും ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ എന്തൊക്കെ വിശ്വസിക്കണം, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ എന്തൊക്കെ അമൽ കൊണ്ടുവരണം, അത് നമ്മൾ പഠിച്ചേ പറ്റൂ. അതിനുള്ള ക്ലാസ്സുകൾ എല്ലാ നാടുകളിലും നമ്മൾ സംഘടിപ്പിക്കണം. ക്ലാസ് ഇല്ലെങ്കിൽ ഉള്ളിടത്തേക്ക് പോകണം. നമ്മൾ ഉള്ളിടത്ത് ക്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആഴ്ചയിൽ 2-3 മണിക്കൂർ ദീന് പഠിക്കാൻ മാറ്റിവെക്കുക. ആഴ്ചയിൽ 1/2 മണിക്കൂർ. ഇപ്പൊ വാട്സപ്പുള്ള ആളുകൾക്ക്, ആൻഡ്രോയിഡ് ഫോണിലുള്ള ആൾക്ക് വീട്ടിൽ തന്നെ ക്ലാസ് കിട്ടും. പക്ഷെ അതിങ്ങനെ അതിപ്പോ 25 മിനിറ്റ് പിന്നെ കേൾക്കാം, എന്നിട്ട് ഇങ്ങനെ മാന്തും, മറ്റൊക്കെ കേൾക്കും, അത് കേൾക്കൂല. ഒന്ന് ഇരിക്കൂ സഹോദര, ദീന് പഠിക്കാൻ വേണ്ടി കുറച്ച് ഇരിക്കൂ, എന്നിട്ടൊന്ന് കേൾക്കൂ. നിങ്ങൾ ഒന്ന് മനസ്സ് തുറക്കൂ. അള്ളാന്റെ ദീൻ വെറുതെ എളുപ്പത്തിൽ കിട്ടുന്നതല്ല. സ്വർഗത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് പനനീർ വിരിച്ച മെത്തയല്ല. ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദീന് പഠിക്കാൻ നിങ്ങൾ കൂടി മുന്നോട്ട് വരണം. നിങ്ങളും ഭാര്യയും മക്കളും എല്ലാവരും ദീന് പഠിക്കുന്നവരായിരിക്കണം. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമ അവരെന്നാ ചെറുപ്പത്തിൽ പഠിച്ച ദീന വലുപ്പത്തിൽ തന്നെയാ പഠിച്ച്, വലുതായാലും പഠിയും വേണമെന്ന് വിചാരിച്ചാൽ. ഇപ്പോ ഗവൺമെന്റ് പ്രഖ്യാപിക്കാണ്, കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള എല്ലാ വീട്ടിലും 500 രൂപ ഓരോരുത്തർക്ക് കൊടുക്കും, കമ്പ്യൂട്ടർ അറിയണമെന്ന് മാത്രം. പാഞ്ഞിട്ട് ഓരോരുത്തർ കമ്പ്യൂട്ടർ സെന്റർക്ക് മോനെ ഒന്ന് കാണിച്ചെന്നാ അത് എങ്ങനെയാ മാന്തലെന്ന് ഒന്ന് കാണിച്ചെന്നാ, അതിന്റെ ബോർഡൊന്ന് കാണിച്ചെന്നാ ഒന്ന് പറഞ്ഞിട്ട് എല്ലാരും അതിന് പോകും. കാരണം എന്താ കാരണം? 500 രൂപ കിട്ടും.
അത് തന്നെ. അപ്പൊ അതാണ് മനുഷ്യന്മാർ വേണമെന്ന് വിചാരിച്ചാൽ മനുഷ്യന്മാരൊക്കെ പഠിക്കും. അതേ സമയത്ത് ഒരു ആയത്ത് പഠിക്കാൻ പറഞ്ഞ, ഒരു ഹദീസ് പഠിക്കാൻ പറഞ്ഞ ആളുകൾക്ക് താല്പര്യമല്ല. സുഹൃത്തുക്കളെ, ഈ കാലഘട്ടത്തില് ദീന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ത്യാഗം വേണം. എല്ലാരും മാളിലേക്ക് ആളുകളെ കൊണ്ടോണ്, മാള് കാണാൻ കൊണ്ടോണ്, ബീച്ച് കാണാൻ കൊണ്ടോണ്, ടൂറ് പോണ്, നമ്മളും പോകും. നമുക്ക് പോകാൻ പറ്റുമോ? എന്താ മാളുകളിലേക്കുള്ള ഫിത്തന എത്രയാ? അവിടേക്ക് നമ്മളെ പെൺകുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുമോ? ആൺകുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുമോ? പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കാണാൻ പാടില്ലാത്ത പലതും കാണേണ്ടി വരും, കേൾക്കാൻ പാടില്ലാത്ത പലതും കേൾക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മള് പഠിക്കണം. ഇപ്പൊ പെൺകുട്ടികൾക്ക് മഹറം ആരൊക്കെയാണ്? ആരൊക്കെയാണ് കുട്ടികളെ യാത്ര ചെയ്യാൻ പറ്റുക? വീട്ടിൽ വരുന്ന അന്യപുരുഷൻ ആരാണ്? അന്യസ്ത്രീ ആരാണ്? ഇതുപോലും ഇന്നും നമുക്ക് അറിയാത്ത അവസ്ഥയാണെങ്കിൽ നമ്മളെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ്. കാരണം അതെല്ലാം ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഭർത്താവിന്റെ അനിയൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അതൊക്കെ അന്യപുരുഷന്മാരാണ്. ഇന്ന് ഭർത്താവ് മരിച്ച നിങ്ങളെ ഈ പെണ്ണിനെ അവൾക്ക് കെട്ടാം, അല്ലേ? അതാണ് ഇസ്ലാമിന്റെ നിയമം. പെൺകുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും പ്രയാസകരമായിട്ടുള്ളത്. ആൺകുട്ടി വളർത്താൻ പ്രയാസമല്ല എന്നല്ല പറയുന്നത്. മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ കുന്ന ലഹു സിത്റൻ മിനന്നാർ. പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന നാട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുന്നവരെ നല്ല നിലക്കാരെങ്കിലും പോറ്റി വളർത്തിയാൽ, സംരക്ഷിച്ചു വളർത്തിയാൽ അവർക്ക്, ആ പെൺകുട്ടികൾ നാളെ നരകത്തിൽ നിന്നും ഇയാൾക്കൊരു മറയായിരിക്കും എന്ന്. കണ്ടങ്ങള്? അപ്പൊ അത്രയും വലിയ പുണ്യമാണ് പെൺകുട്ടികൾ വളർത്തുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിപ്പോർട്ടിൽ 3 അഖവാത്തിൻ ഔ 3 ബനാത്തിൻ ഔ ബിന്തൈനി ഔ ഉഖ്തൈനി, 3 സഹോദരിമാർ അല്ലെങ്കിൽ 3 പെൺകുട്ടികൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ 2 സഹോദരിമാർ, അവരെ നിങ്ങൾ നല്ല നിലക്ക് വളർത്തി, ഫഅദ്ദബഹുന്ന, അവർക്ക് നല്ല അദബ് പഠിപ്പിച്ചു, വസവ്വജഹുന്ന, നല്ല നിലക്ക് കല്യാണം കഴിച്ചു കൊടുത്തു, വഅഹ്സന ഇലൈഹിന്ന, അവർക്ക് നിങ്ങൾ നന്മ ചെയ്തു കൊടുത്തു, ഒന്നും ഇങ്ങോട്ട് പരീക്ഷിക്കാതെ. എന്നാൽ ഫലഹുൽ ജന്ന, ആ പെൺകുട്ടികളെ സംരക്ഷിച്ച ആങ്ങളക്ക് അല്ലെങ്കിൽ വാപ്പാക്ക് സ്വർഗമാണുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് സലഫി തർബിയത്തിന് ലോകത്തുടനീളം ഉലമാക്കൾ അവലംബിച്ചിട്ടുള്ള രീതി ഏതോ ആ രീതി നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം എന്നാണ്. അതിലേക്കുള്ള എളിയ പരിശ്രമമാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ. അതിന് ഒരുപാട് കുറവുകളും ഒരുപാട് ശൈശവദശയിലുള്ള പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊക്കെ പരിഹരിക്കാൻ നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിച്ചാൽ സാധിക്കും. പക്ഷെ നമ്മളെല്ലാവരും ഈ ആശയം നെഞ്ചേറ്റണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ പാലക്കാട് കുറിശാംകുളത്ത് ഒരു പരിപാടിയുടെ ഒരു നോട്ടീസ് കൊടുത്തത് 2009 ഫെബ്രുവരി 24 അടുത്ത ഞായറാഴ്ച 5 മണിക്ക് കുറിശാംകുളത്ത് വെച്ച് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന വിഷയത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് ഭാഗത്ത് അൽഹംദുലില്ലാഹ് ഈ സംഘടനാ കക്ഷിത്വങ്ങളിൽ നിന്ന് മാറി നിന്ന് ദീനൊക്കെ പഠിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള കുറച്ച് സഹോദരങ്ങളുണ്ട്. അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. കഴിയുന്ന ആളുകൾ അതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അവന്റെ തൗഫീഖ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.